നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേമായ സ്വരചിഹ്നം ഔച്ചില്ല് എൽ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശിയിൽ തന്റെയും പരാഗിന്റെയും വൈവാഹിക ജീവിതത്തിലെ സത്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് സ്വപ്നിലിന്റെ അപ്രതീക്ഷിതമായ പ്രണയപ്രകടനം, എന്റെ പുതിയ നേട്ടങ്ങൾ, പിന്നെ വാരാന്ത്യത്തിനായി എന്നെ അമ്പരപ്പിക്കുന്ന ഒരു ആവേശകരമായ പാക്കേജ് എന്നിവയെക്കുറിച്ചാണ്. അഭിമാനവും കുറ്റബോധവും. വിവാഹത്തിനു മുമ്പ് പരാഗിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാത്തതിന് ഞാൻ രാശീലിനെ അഭിനന്ദിച്ചു. രാശീൽ അഭിമാനത്തോടെ പറഞ്ഞു. പരാഗിന്റെ പെരുമാറ്റം എന്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിപ്പിച്ചു. എന്റെ ഭാഗ്യത്തിൽ ഞാനിപ്പോൾ അഭിമാനിക്കുന്നു. ഇത് കേട്ടപ്പോൾ സ്വപ്നിലിനെ വിവാഹം കഴിക്കുന്നത് എനിക്കും അഭിമാനകരമായ ഒന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്രതീക്ഷിത സന്ദർശനം. 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഞാൻ ഗൗൺ ധരിച്ച് ഇരിക്കുമ്പോഴാണ് സ്വപ്നിൽ വാതിലിൽ മുട്ടിയത്. ഞാൻ ആകെ പരിങ്ങിപ്പോയി. എന്റെ കൈകൾ അറിയാതെ തന്നെ തോളിൽ കുറുകെ പിടിച്ചു. സ്വപ്നിലിനും ചെറിയൊരു സങ്കോചം തോന്നി. നേട്ടങ്ങളുടെ വിവരണം. ഈ അവസരം വെറുതെ കളയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ വേഗത്തിൽ വസ്ത്രം മാറിവന്ന് എന്റെ നേട്ടങ്ങളെക്കുറിച്ച് അവനോട് പറഞ്ഞു. ഞാൻ സർഫിംഗിൽ ലെവൽ 3-ലെത്തി. ഇപ്പോൾ ബെസ്റ്റിയുടെ പുറത്ത് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അതിനെ മിതമായ വേഗത്തിൽ ഓടിക്കാനും എനിക്ക് കഴിയും. കൽപ്പനയും ആസക്തിയും. സ്വപ്നിൽ എന്റെ കഴിവിനെ പ്രശംസിച്ചു. സ്വപ്നിൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എനിക്ക് എത്രമാത്രം സന്തോഷം തോന്നുമായിരുന്നു എന്ന് ഞാൻ സങ്കല്പിച്ചുപോയി. അവനോട് എനിക്ക് തോന്നുന്ന ഈ അടുപ്പം എനിക്ക് തന്നെ വിചിത്രമായി തോന്നി. സാഹസിക പാക്കേജ്. ഈ വാരാന്ത്യത്തിനായി സ്വപ്നിൽ എനിക്ക് ഒരു പുതിയ സന്തോഷ പാക്കേജ് കൊണ്ടുവന്നിരുന്നു. പാരാഗ്ലൈഡിംഗ്, സ്കൈ ഡൈവിംഗ്, പാരാസെയിലിംഗ്. ഭയമില്ലാത്ത വിശ്വാസം. ഈ അപകടകരമായ കായിക വിനോദങ്ങളെക്കുറിച്ച് കേട്ടിട്ടും എന്റെ ഉള്ളിൽ ഭയമൊന്നും തോന്നിയില്ല. ഞാൻ കൃതജ്ഞതയോടെ പറഞ്ഞു, എനിക്ക് മേലൊരു ആപത്തും വരാൻ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ എല്ലായിടത്തും എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടല്ലോ. യമരാജനോട് വെല്ലുവിളി. ഇത് കേട്ടപ്പോൾ സ്വപ്നിൽ ഗൗരവക്കാരനായി. അവൻ തന്റെ പ്രണയം അപ്രതീക്ഷിതമായി പ്രകടിപ്പിച്ചു. ഒരിക്കൽ യമരാജൻ നിന്നെ കൊണ്ടുപോകാൻ വന്നാൽ പോലും ഞാൻ തടയും. ഞാൻ പറയും, യമരാജാവേ, കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വാണിയെ വിട്ടേക്കൂ, പകരം എന്നെ കൊണ്ടുപോകൂ എന്ന്. വികാരനിർഭരമായ നിമിഷം. ഞാൻ വല്ലാതെ വികാരാധീനയായി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവന്റെ വായ മൂടിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള അശുഭകാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് പകരം ജീവിച്ചിരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. സ്വപ്നിൽ പോയിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചിന്തിച്ചു, ഇത് ഭാര്യയാകുന്നതിന് തൊട്ടുമുമ്പുള്ള ഘട്ടമാണ്. എനിക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ തോന്നുന്നു. മരണത്തെ വെല്ലുവിളിക്കുന്ന പ്രണയം, നിർഭയത്വം, അവിശ്വസനീയമായ സാഹസികതയ്ക്കായുള്ള തയ്യാറെടുപ്പ്. പ്രേം അൻമോൾ ഹോദ ഹൈ വാണി ഈൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 49. ഇളയ മരുമകൾ എന്ന വെളിപ്പെടുത്തൽ. യമരാജനോടുള്ള വെല്ലുവിളി. പുതിയ ആവേശകരമായ പാക്കേജ്. അപ്പോൾ മേശപ്പുറത്ത് മധുരപലഹാരങ്ങൾ വിളമ്പിത്തുടങ്ങി. അത് ഞങ്ങൾ രണ്ടുപേരും പതുക്കെ ആസ്വദിച്ച് കഴിച്ചു തീർത്തു. നിങ്ങളുടെ ഭൂതകാലം പരാഗിൽ നിന്ന് മറച്ചുവെക്കാത്തത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ധൈര്യം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണമെന്നില്ല. പരാഗ് വിവാഹത്തിന് വിസമ്മതിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഇന്ന് നിങ്ങളുടെ വിവാഹജീവിതം സന്തോഷകരമാണ്. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധവുമില്ല. കാര്യങ്ങൾ മറച്ചുവെക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിൽ അത് വെളിപ്പെടുമോ എന്ന ഭയം എപ്പോഴും ഉണ്ടാകും. വീട്ടിലേക്ക് മടങ്ങുന്ന വഴി കാറിൽ ഞാൻ രാശീലിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിവാഹം നടന്നാലും എന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാകുമായിരുന്നു. പക്ഷേ പരാഗ് തന്റെ പ്രവൃത്തികളെ എന്നേക്കാൾ കുറ്റകരമായി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് മറച്ചുവെക്കാമായിരുന്നു. എങ്കിൽ എന്റെ കണ്ണിൽ അദ്ദേഹം എന്നും നിരപരാധിയായിരുന്നേനെ. വിവാഹത്തിന് മുമ്പ് തന്നെ ഇക്കാര്യം പറഞ്ഞ് പരാഗ് എനിക്കൊരു തിരഞ്ഞെടുപ്പ് നൽകി. എനിക്ക് വേണമെങ്കിൽ വിവാഹത്തിന് വിസമ്മതിക്കാമായിരുന്നു. പരാഗിന്റെ ആ പെരുമാറ്റമാണ് അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനം തോന്നാൻ കാരണം. എന്റെ അഭിമാനത്തെയും സന്തോഷത്തെയും ഇത്രയേറെ കരുതുന്ന ഒരു പങ്കാളിയെ എനിക്ക് മറ്റൊരിടത്തും ലഭിക്കില്ലായിരുന്നു. എന്റെ ഭാഗ്യത്തിൽ ഞാനിപ്പോൾ അഭിമാനിക്കുന്നു, രാശീൽ പറഞ്ഞു. അവളുടെ മുഖത്ത് ആ അഭിമാനം വ്യക്തമായിരുന്നു. സ്വപ്നിലിനെ വിവാഹം കഴിക്കുന്നത് എനിക്കും അഭിമാനകരമായ ഒന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എങ്കിലും എന്റെ സൗഭാഗ്യത്തിന് ഞാനായിട്ട് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണോ എന്ന് ഞാൻ ഭയന്നു. ഇന്ത്യയിൽ നിന്ന് അകന്ന് അമേരിക്കയിൽ 2 ആഴ്ചയിലധികം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എനിക്ക് സന്തോഷം തോന്നുന്നു. വാരാന്ത്യങ്ങളിൽ സ്വപ്നിലിനൊപ്പം ചിലവഴിച്ച മധുരമായ ഓർമ്മകളിൽ മുഴുകി ഞാൻ മറ്റെല്ലാം മറക്കുന്നു. സ്വപ്നിൽ സ്ഥലത്തില്ലാത്തതിനാൽ ഈ വാരാന്ത്യം അവനില്ലാതെ കടന്നുപോയപ്പോൾ രാത്രിയിൽ എനിക്ക് വല്ലാത്തൊരു ശൂന്യത തോന്നി. മുറിയിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ അവന്റെ ഗിറ്റാർ വായനയും മേരി ഭാവനയും ഫോണിൽ കേട്ടുകൊണ്ടിരുന്നു. അടുത്ത 5 ദിവസങ്ങളിൽ പപ്പയെയും അൽക്കമാമിനെയും എന്റെ സ്കൂളിനെയും കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടി. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. വരാനിരിക്കുന്ന വാരാന്ത്യത്തിൽ സ്വപ്നിൽ പുതിയൊരു സന്തോഷവുമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സർഫിംഗിലും കുതിരസവാരിയിലും ഞാൻ ദിവസം തോറും കൂടുതൽ പ്രാഗൽഭ്യം നേടിക്കൊണ്ടിരുന്നു. വെള്ളിയാഴ്ചയായപ്പോഴേക്കും സ്വപ്നിലിനോട് പറയാൻ എനിക്ക് 2 പ്രധാന നേട്ടങ്ങളുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ ക്ലാസ് കഴിഞ്ഞു വന്നതേയുള്ളൂ. മുറിയിൽ വസ്ത്രം മാറാൻ ഒരുങ്ങുമ്പോഴാണ് ആരോ വാതിലിൽ മുട്ടിയത്.
രാശിയിലായിരിക്കുമെന്ന് കരുതി ഞാൻ ധൃതിയിൽ ഒരു ഗൗൺ മാത്രം ധരിച്ചു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് സ്വപ്നിലിനെയാണ്. ഞാൻ ആകെ പരിങ്ങിപ്പോയി. എന്റെ കൈകൾ തോളിൽ കുറുകെ പിടിച്ചു. ഡിന്നർ സമയത്ത് മാത്രം കാണാറുള്ള സ്വപ്നിൽ എന്റെ മുറിയിൽ വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. എന്റെ അവസ്ഥ കണ്ട് അവനും വല്ലാതെയായി. ക്ഷമിക്കണം, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവൻ തിരിച്ചുപോകാൻ തുടങ്ങി. അല്പം അസ്വാഭാവികമായ സാഹചര്യമാണെങ്കിലും ഇത്ര ദിവസങ്ങൾക്ക് ശേഷം സ്വപ്നിലിനെ തനിച്ചു കിട്ടിയ ഈ അവസരം കളയാൻ എനിക്ക് തോന്നിയില്ല. രാശിയിൽ വന്നതാണെന്നാണ് ഞാൻ കരുതിയത്. അകത്തേക്ക് വരൂ, എനിക്കൊരു മിനിറ്റ് മതി. ഞാൻ അവനെ ക്ഷണിച്ചു. അവൻ അകത്തേക്ക് വരാനായി ഞാൻ വഴിമാറിക്കൊടുത്തു. അവൻ വന്നത് പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനായിരിക്കും. അവൻ പതുക്കെ അകത്തേക്ക് കയറിയിരുന്നു. ഞാൻ വേഗത്തിൽ വസ്ത്രം മാറാനായി വാഷ്റൂമിലേക്ക് കയറി. അവൻ താഴേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. ഞാൻ വേഗത്തിൽ വസ്ത്രം മാറി തിരികെ വന്നു. അവനെ അധികം കാത്തിരിപ്പിക്കാതെ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ പുറത്തിറങ്ങി. സ്വപ്നിൽ, എന്റെ പുരോഗതിയെക്കുറിച്ച് നിനക്കറിയാമോ? ഞാൻ ആവേശത്തോടെ അവന്റെ മുന്നിലിരുന്നു. അവന്റെ ആകാംക്ഷ കണ്ട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ സർഫിംഗിൽ ലെവൽ 3-ലെത്തി. ഇപ്പോൾ എനിക്ക് തനിയെ തിരമാലകളെ നേരിടാൻ കഴിയും. അതുമാത്രമല്ല, ഇപ്പോൾ എനിക്ക് ബെസ്റ്റിയെ മിതമായ വേഗത്തിൽ ഓടിക്കാനും കഴിയും. ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. നിന്നിൽ അപാരമായ കഴിവുണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. സ്വപ്നിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഓരോന്ന് സങ്കൽപ്പിച്ചു തുടങ്ങി. സ്വപ്നിൽ എന്നെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എത്ര സന്തോഷം തോന്നുമായിരുന്നു. അവനോട് എനിക്ക് തോന്നുന്ന ഈ അടുപ്പം എനിക്ക് തന്നെ വിചിത്രമായി തോന്നുന്നു. അപ്പോൾ സ്വപ്നിൽ പറഞ്ഞു, വാണി, ഈ വാരാന്ത്യത്തിൽ നമ്മൾ പാരാഗ്ലൈഡിംഗും സ്കൈ ഡൈവിംഗും പാരാസെയിലിംഗും ചെയ്യാൻ പോവുകയാണ്. അതിനായി തയ്യാറെടുക്കൂ. അത് അറിയിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇത് സ്വപ്നിലിന്റെ വക എനിക്കുള്ള പുതിയൊരു സമ്മാനമാണ്. അവനോടൊപ്പം ചിലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. എങ്കിലും എന്താണ് ഇതെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വപ്നിൽ, എന്താണ് ഈ പാരാഗ്ലൈഡിംഗും സ്കൈ ഡൈവിംഗും? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. എന്റെ അറിവില്ലായ്മ കണ്ട് അവൻ ചിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ വളരെ സ്നേഹത്തോടെ അത് വിശദീകരിച്ചു തന്നു. വാണി, പാരാഗ്ലൈഡിംഗിലൂടെ നമുക്ക് ആകാശത്ത് പറക്കാം. സ്കൈ ഡൈവിംഗിലൂടെ ഉയരങ്ങളിൽ നിന്ന് ചാടി പറന്നു നടക്കാം. പാരാസെയിലിംഗിലൂടെ കടലിന് മുകളിൽ വായുവിൽ സഞ്ചരിക്കാം. സ്വപ്നിൽ എനിക്കെല്ലാം വിശദമായി പറഞ്ഞു തന്നു, പണ്ട് എന്റെ പപ്പ പറഞ്ഞു തരുന്നതുപോലെ. ഓ, ഇതൊക്കെ വലിയ അപകടം പിടിച്ചതാണല്ലോ. കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. എങ്കിലും നീ കൂടിയുള്ളപ്പോൾ എനിക്ക് ഒന്നിനെയും പേടിയില്ല. നീ എന്നെ എന്നും സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, ഞാൻ അവനോട് പറഞ്ഞു. വാണി, ഒരിക്കൽ യമരാജൻ നിന്നെ കൊണ്ടുപോകാൻ വന്നാൽ പോലും ഞാൻ തടയും. ഞാൻ പറയും, യമരാജാവേ, വാണിയെ വിട്ടേക്കു, പകരം എന്നെ കൊണ്ടുപോകൂ എന്ന് സ്വപ്നിൽ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അവന്റെ വായ പൊത്തിപ്പിടിച്ചു. ഇങ്ങനെയുള്ള അശുഭ കാര്യങ്ങൾ പറയരുത്. നിനക്ക് പകരം ജീവിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ വികാരാധീനയായി പറഞ്ഞു. ക്ഷമിക്കണം, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇതിലൊന്നും ഒരു അപകടവുമില്ല. നിനക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാൻ നല്ലൊരു അനുഭവം നൽകണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. സ്വപ്നിൽ എഴുന്നേറ്റു. ഇരിക്കൂ. എന്തിനാണ് ഇത്ര ധൃതി? ഞാൻ അവനോട് ചോദിച്ചു. ഇപ്പോൾ വേണ്ട വാണി, നാളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നീ നല്ല ക്ഷീണത്തിലാണ്, വിശ്രമിക്കൂ. സ്വപ്നിൽ യാത്ര പറഞ്ഞു. അവൻ പോയപ്പോൾ ഞാൻ കിടന്നു. പത്നിയാകുന്നതിന് തൊട്ടുമുമ്പുള്ള ഘട്ടമാണിതെന്ന് എനിക്ക് തോന്നി. നാളത്തെ യാത്രയ്ക്കായി ഞാൻ ബാഗൊരുക്കാൻ തുടങ്ങി. എപ്പിസോഡ് 49 അവസാനിക്കുന്നു. എപ്പിസോഡ് 49 അവസാനിച്ചു.